പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോരോ കാലത്ത് നമ്മുടെ ഓരോ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്കെല്ലാ കാലത്തും കുറേ അധികം പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ദൈവത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തണുക്കെ പ്രാർത്ഥിച്ച് വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയൂ, അത് കർത്താവിനോട് പറഞ്ഞില്ലല്ലോ എന്നോർക്കൂ. വീട്ടിലെത്തുമ്പോഴാണ് ദൈവമേ അവിടെ വരെ എത്തി മാതാവിന് നേരെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടും അത് പറഞ്ഞില്ലല്ലോ, മറന്നുപോയല്ലോ എന്നൊക്കെ ഓർക്കുമോ? മനുഷ്യന്മാരൊരിക്കലും പ്രാർത്ഥിച്ച് തീരത്തില്ല അവരുടെ പ്രശ്നങ്ങൾ. മനുഷ്യന്മാരൊരിക്കലും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് തീരത്തില്ല. വിഷയങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, അതിനാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. അപ്പോൾ നമുക്ക് ഒരു ആധ്യാത്മിക ജീവിതം നമ്മുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വിഷയങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങളേ ഉണ്ടാകത്തുള്ളൂ. പ്രാർത്ഥനകൾ തന്നെ വിഷയങ്ങൾ വിഴുങ്ങിക്കളയും. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷയങ്ങൾ വിഴുങ്ങുന്നുണ്ട്. ശരിക്കും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം വിഷയം ഒരു സബ്ജക്റ്റ് ഓറിയൻ്റഡ് ആയിട്ടൊരു ആധ്യാത്മികത അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ആധ്യാത്മികത ഇന്ധനം ദൈവസ്നേഹമാണ്, വിഷയസ്നേഹമല്ല. അതുകൊണ്ടാണ് ആധ്യാത്മികത ഇന്ധനമെന്ന് പറയണത്. ഇന്ധനം ഇല്ലാതെ ഒന്നും കത്തത്തില്ലല്ലോ. ജെറ്റ് വിമാനമായാലും വണ്ടിയായാലും കാറായാലും മുന്നോട്ട് പോകണമെങ്കിൽ പെട്രോൾ വേണം. ആധ്യാത്മികത ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയങ്ങളാണ്. അല്ല, വിഷയങ്ങളൊരു ഇന്ധനമാക്കിയാൽ അധികകാലം മുന്നോട്ട് പോകത്തില്ല. കാര്യം പ്രധാനപ്പെട്ട കാരണങ്ങൾ പല വിഷയങ്ങളും ആപേക്ഷികമായതുകൊണ്ടാണ്. റിലേറ്റീവ്, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നിയോഗം. റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ആപേക്ഷികം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിയാണെന്ന്. ചിലപ്പോഴേ കാലത്തിനൊരു കാലനാണ് എപ്പോഴും വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം ഒരു വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെ നിങ്ങൾക്ക് പണിയായിട്ട് വരും. ഇപ്പോൾ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ ടെക്കിയാകാൻ വേണ്ടി നിങ്ങൾ, എനിക്ക് വേറെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ ജീവൻ എടുത്തോളാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ അമേരിക്കൻ ടെക്കിയാകാൻ വേണ്ടി ആൾക്കാർ എന്തുമാത്രം പ്രൊഫഷണൽസാണ് അതിനുവേണ്ടി പഠിച്ചതും MCA തൊട്ട് അങ്ങോട്ടുള്ള ഡിഗ്രികളെല്ലാം കമ്പ്യൂട്ടറിൽ എടുത്തതും എല്ലാം അമേരിക്കൻ പ്രോജക്റ്റ് എടുത്ത് ചെയ്യണം. എന്നിട്ട് അവരുടെ കമ്പനി ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അതിനുശേഷം ബാംഗ്ലൂർ വഴി ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോകണം. അവിടെ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്യണം. ആവശ്യത്തിന് കാശായിട്ട് ഒന്നെങ്കിൽ അവിടെ താമസിക്കണം. അപ്പോൾ നമ്മളൊരു അപേക്ഷ വെക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ആപ്പടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയുള്ള വിസയ്ക്ക് അദ്ദേഹം 70% തീരുവ കൽപ്പിച്ചു. അമേരിക്കൻ ടെക്കി വിസയ്ക്ക് 75% തീരുവ, 78% തീരുവ. എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് അവിടെ തന്നെ കൊടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലായില്ലേ? നമുക്ക് ശമ്പളമായിട്ട് നമുക്ക് തരുന്ന കാശ് വിസ വാങ്ങിക്കാൻ വേണ്ടി ആ രാജ്യത്ത് തന്നെ കൊടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് അനാകർഷണമായി. ഇപ്പം അമേരിക്കൻ ടെക്കി വിസ എന്നുള്ളത് ഇപ്പം അനാകർഷണമായി. ഇതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളാണ് ദൈവദൃശ്യം വെക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ചില സമയത്ത് നമ്മുടെ ആധ്യാത്മികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി ഇരിക്കുന്ന എപ്പോഴും എന്തിനും നിങ്ങൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. എന്താണ്? വിഷയങ്ങൾ പറയരുതൊരിക്കലും. എന്തിനാണ് എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ
കണ്ണടച്ച് പറയണം. എന്തിനാണ്? ഞങ്ങൾ ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി. സിമ്പിൾ ഉത്തരവാണത്. എന്തിനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു വെടിപ്പും മെനയുള്ള ഒരു ഉത്തരം, നമുക്ക് തിരിച്ച് പണി കിട്ടാത്ത ഒരു ഉത്തരവെന്ന് പറയണത് എന്തിനാണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ വളരാൻ. സിമ്പിളാണ്. ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ഒരു ചോദ്യോത്തര കലാപരിപാടി അല്ലാതെ, പറയാൻ വേണ്ടി അല്ലാതെ ദൈവത്തിന് കൂടി തോന്നണം. അത് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തെ വളരാനാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ആത്യന്തിക പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ് എയിം ദൈവസ്നേഹത്തെ വളരാനാണ്. ദൈവത്തിന് കൂടി ബോധ്യമായാൽ ഇത് ശരിക്കും സെൽഫ് എടുക്കും. തന്നെത്താൻ തന്നെ നമ്മൾ അശ്രദ്ധമായിരുന്നാലും ഉടമ്പടി മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങുമായി എടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയിലുള്ള ഈ ഉടമ്പടി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവസ്നേഹത്തില് വളരുകയും പുലരുകയും ചെയ്യുകയാണ്. ആ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആർട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ അലർജി ഡിസീസ്. ആർട്ടിക് ഏരിയ തൊക്കെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വരണ എന്തോ രോഗം, സഹിക്കാൻ പറ്റാത്ത രോഗമാണ്. പക്ഷേ അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് മറന്നുപോയി. അവിടെ വേറെ കുറേ പ്രോബ്ലംസ് ഉള്ളത് കാരണം അവർ ത്വക്ക് രോഗത്തിന് അനുഭവിക്കുന്ന ഈ പ്രയാസം മറന്നുപോയതാണോ, ഇനി അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് എനിവേ അവരത് എഴുതിയില്ല. ലിയ കോഴിക്കോട് നമ്മൾ സാക്ഷി ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ സാക്ഷ്യങ്ങൾ മുഴുവനും നിലനിൽക്കുന്ന സാധനം ഐ ആം ഇൻ റിലേഷൻ വിത്ത് ജീസസ്. അതാണ് സാധനം. ഇപ്പോഴത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ലെവലിൽ കൂടിയിട്ടുണ്ട്. അവിടെ സാക്ഷ്യങ്ങൾ മുഴുവൻ അവർ പറഞ്ഞിങ്ങനെ വരുന്നത് മുഴുവൻ എന്താണ്? ഞാൻ കർത്താവുമായി ഒരു റിലേഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇപ്പം നമുക്കറിയാവില്ലേ, ഇപ്പോൾ സങ്കീർത്തനം എടുത്തേ, നമ്മളെപ്പോഴും എടുക്കുന്നതാണ്. ഓരോ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യമേ സന്തോഷത്തോടെ ഇടിമുഴക്കം പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ ജനങ്ങൾക്ക് അഭിഷേകം കൊടുക്കണമേ കർത്താവേ. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകനും ദൈവസഭ അനുഭവിക്കണമേ കർത്താവേ. ദൈവസഭ അനുഭവിക്കണമേ കർത്താവേ. അങ്ങേ നാഥൻ തക്ഷണം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള ആദ്യമായ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ ഒരു വിഷയത്തിൽ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറച്ച് നേരം ശാന്തമായിരിക്കണമെന്ന് പറയും അല്ലേ. എന്താ കാര്യം വെച്ചാൽ വചനം വായിക്കുന്നത് കേൾക്കാനും വേണ്ടിയാണ്.
ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. ഇത് കേൾക്കണം, ഇതാണ് ദൈവം സംസാരിക്കുന്നത്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്ന വചനം. നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നിങ്ങളും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കണം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹത്തോടെ ഒരു ദിവസം എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്ത അവസ്ഥ, വീട് ഇല്ലാത്ത അവസ്ഥ, കല്യാണം ഒക്കാത്ത അവസ്ഥ, മക്കൾ ഇല്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്താണ്? ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ സ്നേഹമാണ് കേട്ടോ. എന്താണ് കാര്യം? നമുക്കൊരു ചാലഞ്ച് തന്നിരിക്കുകയാണ്. ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ ഒരു വചനമുണ്ട്. എന്താണ്? മനസ്സിലായില്ലേ? ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. എന്താണ്? ഓരോ പ്രഭാതത്തിലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം പുതിയതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നമ്മളും ഓരോ ദിവസവും ദൈവത്തോട് പുതിയ സ്നേഹത്തിലാണ് വളരേണ്ടത്. കർത്താവിൻ്റെ വചനം, അതായത് ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്നറിയുമോ? ബൈബിള് ദൈവം ചോക്കായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം അധ്യാപകൻ ഒരു ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണ്? അധ്യാപകൻ ചോക്ക് കൊണ്ട് ഒരു ബോർഡ് എഴുതുമ്പോൾ എഴുതുന്നത് അധ്യാപകനാണോ, ചോക്കാണോ? ഇതുപോലൊരു പ്രശ്നമാണ് വചനത്തിലുള്ളത്. ഇൻസ്പിറേഷൻ്റെ പ്രശ്നം അതാണ്. എന്താണ്? എഴുതണത് ദൈവം ഈ അധ്യാപകൻ ഈ ചോക്ക് കൊണ്ട് എഴുതുകയല്ലേ. അപ്പോൾ ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നു, പൗലോസ് ചോക്ക് മാത്രമാണ്. അവിടുത്തെ അധ്യാപകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് അധ്യാപകൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ എടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം എഴുതിച്ച് മോസസിനെ കൊണ്ട് എഴുതിച്ചതാണ് അത്. അപ്പോൾ അവിടെ ചോക്ക് മോസസ് ആയിരുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടം ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടിയ ദൈവസ്നേഹം ഉള്ളവരെ കൊണ്ടാണ് ദൈവം ഇതൊക്കെ എഴുതിച്ചിരിക്കുന്നത്. പരമാവധി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചാണ് ഈ സംഭവം എഴുതിച്ചിരിക്കുന്നത്. പക്ഷേ എഴുതുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് വരണത്. കാര്യം അവർക്ക് പോലും അത് മനസ്സിലായി കാണത്തില്ല. ഇപ്പോൾ ഈ സംഗീതത്തിൽ എഴുതിയിരിക്കുന്നത് പകുതി മുക്കാലും ദാവീദാ. അപ്പോൾ എഴുതുമ്പോൾ എന്താ പറയണത്? ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറയണം. ഇപ്പോൾ എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കെന്താണ് നമ്മളോട് പറയുന്ന വാക്ക്? അതുപോലെ ദൈവവൈദ്യരെ നീയും നിൻ്റെ ജീവിതവും ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹം പുതിയതായിരിക്കണം. ഒരു പുതിയ കോൺട്രിബ്യൂഷൻ എൻ്റെ ഉണ്ടാകണം. ഇപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെന്ന് വിചാരിച്ചോ? ഒരു പ്രാർത്ഥന കേട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അത് കാൽസിഫിക്കേഷൻ, അത് ഇവർ തന്നെയാണ്, ലിയയുടെ സാക്ഷ്യം തന്നെയാണ്. ലിയയുടെ എക്സ്റേയിൽ അവർക്ക് വിസ ബ്ലോക്ക് ചെയ്യണ രീതിയിൽ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവരുടെ നെഞ്ചിൽ എന്താണ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കാൽഷ്യത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ സൗദിയിലൊക്കെ ഒന്നും അവരെടുക്കത്തില്ല. അപ്പോൾ കാൽസിഫിക്കേഷൻ കൂടിയ കാരണം വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർക്ക് അപ്രൂവ് ആകത്തില്ല. പക്ഷേ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ലിയ എന്ന് പറയുന്ന ലേഡി മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ഞാനും കർത്താവുമായിട്ട് ഒരു റിലേഷനിലാണ്. ഇതാണ് വിഷയം. അതായത് ഞാൻ കർത്താവ് ഇതുകൊണ്ടൊന്നും ഞാൻ കരയത്തില്ല. അതായത് ഞാൻ ഇൻ കേസ് കരയുമെങ്കിൽ അത് മനുഷ്യന്മാരുടെ മുമ്പ് ഞാൻ കരയത്തില്ല. എന്താ കാര്യം? ഞാൻ നിൻ്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ. റിലേഷൻസിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത്. അതായത് നമ്മൾക്ക് ഈ മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത്.
പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം, ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുമിരിക്കും. ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ വൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഉണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല, സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കുന്നത് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഞങ്ങളപ്പോഴും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരിക്കലും. കാര്യം എന്താണ്? വി നോ ഇറ്റ്. ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നുള്ള അറിയാം. ഇത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ പൊട്ടം മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ലൈഫ് കൊടുക്കും, പൈസ കൊടുക്കും, അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും. ഒരാവശ്യമില്ല. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്തറിയാമോ? ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവവുമായിട്ട് റിലേഷൻ ഉള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യന്മാരുടെ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണില്ലെന്ന് ധരിക്കരുത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയെങ്കിൽ ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര്, അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻ എന്നിപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആ ദൈവവുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റ് റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും. നമുക്ക് വരുന്നൊരു അബദ്ധം, ദൈവവുമായിട്ട് റിലേഷൻ ഉണ്ടാകും, അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ടുണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യത്തില്ല. അത് ദൈവം ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, വേറെ ദൈവം. ശ്രുതിയുടെ ഹല്ലേലൂയ. 23 പുറപ്പാട് 23 ശ്രുതിയുടെ ഹല്ലേലൂയ. പുറപ്പാട് 23. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ പറഞ്ഞേ, വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഉടമ്പടിയിൽ അപ്പം നിങ്ങൾ ഓർക്കും, വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല ജോസഫച്ചൻ സംസാരിക്കുന്നത്. വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം, ഇത് അതർ ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നുവോ അത് അതർ ഗോഡായി മാറും ഉടനെ. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല. എന്താ കാര്യം? കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇറ്റ്സ് ഓവർ. അതർ ഗോഡായി അപ്പം തന്നെ. നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം, അയ്യോ ഇത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായി പോയി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം വർക്ക്ഷോപ്പിലാകുമോ? അവിടെയാണ് പ്രോബ്ലം. ഇത് ചിന്തിക്കണം മക്കളെ. ഇതാണ് വേറെ ദൈവം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ വേറെ. അപ്പോൾ ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ. എന്താ കാര്യം? ദൈവത്തേക്കാൾ പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം. എന്താ കാര്യം? റിലേഷൻ എന്ന് പറയുന്ന ലിയ പറഞ്ഞ സബ്ജക്റ്റ് ഇല്ലേ, എന്താ പറഞ്ഞത്? റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നിച്ചർ ആകണത് ഒരു എന്തിനാണ്? അതിനൊരു ഒപ്പ് കിട്ടണ എപ്പോഴാണ്? മറ്റ് റിലേഷൻസ് ഫെയിലാകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ എന്താ പറയണത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? 8:35 ശ്രുതിയുടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ശ്രുതിയുടെ ഹല്ലേലൂയ. സ്വരത്തില് സന്തോഷത്തോടെ റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ.
റോമ 30 വായിച്ച്. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രോബ്ലം പൗലോസപ്പത്തിന് ഉറപ്പുണ്ട്, ജോസഫത്തിന് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. ഒരു വചനം നമ്മളോട് പറയുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറ്റു വചനങ്ങളുണ്ട്. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എന്താണ്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. അതെന്താണ്? അതിന് വായിച്ച് 8:38 റോമ ശ്രുതിയുടെ ഹല്ലേലൂയ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം മറ്റേതെങ്കിലും സൃഷ്ടികൾക്കൊന്നും സംഭവമില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഒരു മനുഷ്യന്മാരുടെ റിലേഷനില്ല, ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ട്, അതൊരു സൃഷ്ടിയാണല്ലോ. ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ടാവും, അതൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു അഫെയറിലിരിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. എന്താ കാര്യം? ഈ അഫെയർ വന്നു കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിക്കില്ല. ഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാർക്ക് ആ ഭ്രാന്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കും. വെരി സിമ്പിൾ. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ എന്ന് പ്രത്യേകം എഴുതി വെച്ചിരിക്കണം എൻ്റെ അകത്ത്. മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. ആർക്ക്? പൗലോസിന് മാത്രം ഉറപ്പുണ്ടായാൽ പോരാ, നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ടാകണം. എന്താണ്? ഒരു സൃഷ്ടികൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയത്തില്ലെന്ന്. കൈയടിക്കേണ്ട ശ്രുതികൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ കർത്താവുമായിട്ട് റിലേഷനിലാണ് എന്ന് പറയുന്ന ഈ ലേഡി സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് എന്തറിയാവോ? ഞാൻ ഞാൻ വെച്ച നിയോഗത്തെക്കുറിച്ച് കർത്താവിനോട് വീണ്ടും സംസാരിച്ചിട്ടില്ലെന്ന്. മനുഷ്യന്മാരിങ്ങനെ ഉടമ്പടി വളർന്ന് വരികയാണ്. പുതിയ ആധ്യാത്മിക പുതിയ കാലം. ഇന്നലെ അലക്സൻ ഒരു സാക്ഷ്യം അനലൈസ് ചെയ്ത പരസ്യം പറഞ്ഞു, ഉടമ്പടി പുതിയ കാലത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണെന്ന്. അത് കറക്റ്റാണ്. ഉടമ്പടി ഒരു കാലഘട്ടത്തെ കുറിക്കുകയാണ്, ഇപ്പോൾ പുതിയ കാലത്തിനെ. ഇവരെന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ നിയോഗവുമായി കർത്താവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ്. വൺസ് ആൻഡ് ഫോർ ഇറ്റ് ഈസ് ഡംപ്ഡ്. അത് ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വളരെ വിശ്വാസപൂർവ്വം, ദൈവസ്നേഹം ഉള്ളവർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണം കൂടുതലായിരിക്കും. പറഞ്ഞ് മനസ്സിലാകണ്ട. ദൈവസ്നേഹം കൊടുക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ശരണം കൂടും. നിങ്ങൾക്കറിയാമല്ലോ, ഈ സമർപ്പണവും, നമ്മൾ സമർപ്പണ പ്രാർത്ഥന കേട്ടിട്ടില്ലേ അല്ലേ? സമർപ്പണം ശരിക്കും പറഞ്ഞാൽ എവിടുന്ന് അതിൻ്റെ വേര് എവിടെയാണെന്ന് അറിയാവോ? സമർപ്പണ പ്രാർത്ഥനയുടെ വേര് കിടക്കുന്നത് യാചനാ പ്രാർത്ഥനയിലാണ്. യാചനാ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കുന്നു? എവല്യൂഷൻ ഓഫ് ദി ഈ സപ്ലിക്കേഷൻ പ്രെയർ അല്ലെങ്കിൽ ആ പ്രെയറിന് ഒരു യാചനാ പ്രാർത്ഥനയുടെ പരിണാമം എന്താണത്? പരിണമിച്ച് എങ്ങോട്ടാണ് പോണത്? യാചനാ പ്രാർത്ഥന. ചില യാചനാ പ്രാർത്ഥനകൾ
നാമത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 14:35-36 തിരുവചനങ്ങൾ. മർക്കോസ് 14:35-36 തിരുവചനങ്ങൾ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ഒരു യാചനാ പ്രാർത്ഥന അതിൻ്റെ എല്ലാവിധ ഉദ്വിഗ്നതയോടും കൂടി എരിവോടും കൂടി തുടങ്ങുകയാണ്. എന്താണ്? അവൻ പിതാവിനോട് പറയുന്നു, സാധ്യമെങ്കിൽ പിതാവ് അങ്ങേക്ക് എല്ലാം സാധ്യമാണ്, സാധ്യമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം. ഈ പ്രാർത്ഥനയെക്കുറിച്ച്, ഈ പ്രാർത്ഥനയുടെ വിധി എന്താണ്, അതിനെക്കുറിച്ച് ഏകദേശ ഐഡിയ കർത്താവിനുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് കർത്താവിന് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ജീസസ് ഇഫ് സോ ഈവൻ ദോ യുവർ പ്രൈസ് ലൈക്ക് ദിസ്, ഇതിൻ്റെ ഒരു ഫെയ്റ്റ് എവിടെയാണ്, ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് ഡിസ്റ്റൈൻ ചെയ്ത് പോയിട്ട് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോണത്, അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കർത്താവിനോട് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാധ്യമെങ്കിൽ പിതാവേ ഈ മണിക്കൂറിൽ തന്നെ വിടുവിക്കണേ. പിന്നീട് എന്താ പറയണത്? എങ്കിലും, എന്താണ് പറയണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അത് ഈ പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട സംഭവമാണത്. എല്ലാ യാചന പ്രാർത്ഥനയുടെ കൂടെ ഇത് ചേർത്ത് വെക്കണം. ഇത് ചേർത്ത് വെക്കാതെ നിങ്ങൾ ഉപ്പിടാതെ കറി വെച്ചിട്ട് കാര്യമുണ്ട്. മരിച്ച ദൂരക്കുള്ള ആൾക്കാർ ഉപ്പെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അതാ കർത്താവ് ഉപ്പിടുന്നത്. അവസാനം എന്താ ഇടുന്നത്? അതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും. ഇനി വായിച്ചത് എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഇതാണ് പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറയുന്നത്. ഇതിടാതെ നമ്മൾ പ്രാർത്ഥന വെക്കരുത്, കർത്താവിൻ്റെ ദിവസത്തിന് വെക്കരുത്. നിങ്ങൾക്ക് എന്തിനും പ്രാർത്ഥിക്കാം, പക്ഷെ ഉപ്പിട്ടേക്കണം. എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈ രുചി പകരാനുള്ള കാരണം എല്ലാത്തിൻ്റെയും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ വിധിയെക്കുറിച്ച് കർത്താവിന് ഏറെക്കുറെ ഒരു ഐഡിയ, പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ പ്രാർത്ഥന മിക്കവാറും കേൾക്കാനുള്ള ഈ പാനപാത്രം എടുത്ത് പറഞ്ഞതല്ലേ പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ അവിടെ ഉണ്ടല്ലോ. പരിശുദ്ധൻ പറയാൻ നിനക്ക്, എന്നിട്ട് ഈ മനുഷ്യാവസ്ഥയിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നീ കീഴ്പ്പെടുന്നു എന്നുള്ള ദൈവത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് യാചനാ പ്രാർത്ഥന നടത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ അത് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇത് നടക്കാത്തൊരു കാര്യമാണ്. എന്നിട്ട് പിന്നെ നടക്കാത്ത കാര്യം എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോണത്? നടക്കാത്ത കാര്യം പ്രാർത്ഥിക്കാൻ കാരണം ദൈവത്തിൻ്റെ കാര്യമാണ്. ഇതിനെതിരെ ഉത്തരവാദിത്തം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരു ആത്മൈക്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ കണ്ടൻറ്റ് വയസ്സിൻ്റെ ചേർക്കുകയാണ് സംഭവം. ആ യാചന പ്രാർത്ഥന നടക്കത്തില്ലെന്നുള്ള കർത്താവിന് വൃത്തിയായിട്ട് അറിയാം. എന്താണ് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? കർത്താവ് എന്താ ചോദിച്ചിരിക്കണത്? 14:32 എന്താ പറയണത്? എന്താ ചോദിച്ചത്? കർത്താവ് എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണേ മക്കളെ, വളരെ സീരിയസ് ആയിട്ടൊരു പഠനം പോവുകയാണ്. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന്, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. രണ്ട് കാര്യം കൊണ്ടറിയാം. എന്തൊക്കെയാണ് അറിയണത്? ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. നടക്കാത്ത ഒരു കാര്യമാണ്, എങ്കിലും അത് പ്രാർത്ഥനയാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കണ്ടൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നടക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്താ പിന്നെ എന്തിനാണ് വീണ്ടും പ്രാർത്ഥിക്കണത്? നടക്കത്തില്ലെന്ന് അറിയണത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് പരിശുദ്ധം അറിയിക്കുകയാണ്. പിന്നെ എന്താണ്? ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പം തന്നെ ഈ പ്രാർത്ഥന പൊട്ടത്തില്ലേ?
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ വരണേ എന്നെ വസിക്കാൻ വരണേ. ദൈവമേ വരണേ എന്നെ വസിക്കാൻ വരണേ. യോഹന്നാൻ 12:27. യോഹന്നാൻ 12:27. ഇപ്പോൾ എന്റെ ആത്മാവ് ഇപ്പോൾ അസ്വസ്ഥമായിരിക്കുന്നു. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ ഈ രക്ഷിക്കണമേ. മണിക്കൂറിൽ നിന്ന് രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഓൾറെഡി ഔട്ടായതാണ്. ഈ പരീക്ഷ എഴുതണ മുമ്പ് തന്നെ റിസൾട്ട് തോറ്റെന്നും പറഞ്ഞ് ഔട്ടായതാണ്. പിന്നെ ഈ പരീക്ഷ എഴുതേണ്ട വല്ല കാര്യമുണ്ട്? പരീക്ഷ എഴുതണ മുമ്പ് തന്നെ റിസൾട്ട് വന്ന് തോറ്റെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെയും പരീക്ഷ എഴുതുകയാണ്. എൻ്റെ ഉദ്ദേശം എന്താ? എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ നിൻ്റെ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമ്പദം എനിക്കറിയാം, ഇതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്നറിയാം. ഇത് നിൻ്റെ മനസ്സല്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നവർ വെടിപ്പുമേനയോട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലിനെ പോലെ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള പ്രാർത്ഥനയുടെ മാതൃക ഈശോയുടെ മാതൃക തന്നെയാണ്. എന്താ കാര്യം? പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജാമ്യത്തിലാകണം. ആദ്യമേ ജാമ്യം എടുത്തേക്കണം. എന്താ കാര്യം? ഇത് നടക്കത്തില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ലെന്ന് നിങ്ങൾ ട്രാക്ക് ഔട്ട് ആകരുത്. കഴിഞ്ഞ ദിവസങ്ങളിലേ ബോബ്സി പോൾസൺ എന്നും പറഞ്ഞൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു. ബോബ്സി പോൾസൺ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദം എന്നല്ല, അതെന്താണ് അവർക്ക്, എന്താണ് ആ ഈവൻ്റ്, അവർ നറേഷൻ അല്ല അവർ പറയണത്, ഈവൻറ്റിൻ്റെ ഇമ്പാക്റ്റുകളാണ് അവർ പറയണത്. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ അവർ അതിനെ കാണുന്ന സമീപന രീതിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദം, ഒരു ഈവൻറ്റ് നറേഷൻ അല്ല സംഭവം, ഇമ്പാക്റ്റ് ഓഫ് ദി ഈവൻറ്റ്. ആ സംഭവിച്ച വിഷയങ്ങൾ അവർക്കെന്ത് ആണ് സ്വാധീനം ചെലുത്തിയത്. അതാണ് ഇപ്പോൾ ബോബ്സി പോൾസൻ്റെ സാക്ഷ്യം. അവർ അവസാനം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്, ഒന്ന്, ഞാൻ ട്രാക്ക് ഔട്ടായി പോയിരുന്ന ആളാണ്. എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് തോന്നിയത് ട്രാക്ക് ഔട്ടായി പോകുന്ന ആൾക്കാരെ ട്രാക്കിലാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്പാക്റ്റ് ഓഫ് ദി ഇവൻറ്റ്. നടന്ന സംഭവങ്ങളുടെ നറേഷനല്ല, എന്തെനിക്ക് സംഭവിച്ചു, എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്നുള്ളതല്ല. എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് ഇമ്പാക്റ്റ്, അവരെ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്. അപ്പോൾ ഇവർ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, അതുകൊണ്ട് അവർ കുറച്ചുകൂടി എലിവേറ്റഡ് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഞാൻ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കായി. എന്താ വെച്ചാൽ ഞാൻ 3 കൊല്ലമായിട്ട് ദൈവമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നെന്ന്. 3 കൊല്ലമായിട്ട് ഞാൻ ദൈവമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും എനിക്കും കോഡ് വന്ന് 2018. ഇപ്പം ഞാനും അപ്പനും അപ്പുറത്തെ ഇപ്പുറത്തെ മുറി താമസിക്കുകയാണ്. പക്ഷേ അപ്പൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാര്യം അന്നത്തെ ഒരു കാലം നിങ്ങൾക്കറിയാമല്ലോ, മരണം മാത്രമായിരുന്നു ഈ കേരളം മുഴുവൻ, എല്ലാം ലോകം മുഴുവനും ഒരുപോലെ മരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നത്. അപ്പൻ്റെ മുഖം മറച്ചാണ് ഇവർ പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുപോയത്, അടക്കാൻ വേണ്ടി, കത്തിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ കോവിഡെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ അപ്പൻ ഒരു സ്പൂൺ ചാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഈ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു വല്ലാത്ത, എൻ്റെ അപ്പനെ കാണാൻ, ഞാൻ അടുത്ത മുറിയിലുണ്ടായിട്ട് എൻ്റെ അപ്പനെ കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നില്ല, അത് മനസ്സിലാക്കാതെ നിവർത്തിയില്ല. ഞാൻ കോവിഡായിട്ട് ആരെയും കാണാതെ 1 മാസം ഒരു മുറി താമസിച്ച ആളാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഞാൻ 24 മണിക്കൂറും ജപമാല തന്നെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് ഒരു കാലമാണ്. എനിക്ക് സന്തോഷമായിരുന്നു ആ കാലത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കോവിഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നോൺസെൻസാണ്. എന്താ കാര്യം, ലോകത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല.
അപ്പോൾ നമ്മൾ ആ ജനങ്ങളുടെ കൂടെ, ആ സങ്കടങ്ങളുടെ കൂടെ കടന്നു പോകുമ്പോൾ 1 മാസമായിരിക്കണമെങ്കിൽ ആദ്യം തൊട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് 5-ാം പക്കം ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എനിക്ക് എനർജിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് നിരാശയൊന്നും ഉണ്ടാകത്തില്ല, വേറെ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ പിടിക്കും. അല്ല, ഒരു മാസം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് 1 മാസമൊക്കെ കോവിഡ് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും, 1 മാസം മുഴുവനും. അപ്പോൾ അതുതന്നെ പ്രെയർ ലൈഫ് എന്ന് പറയുമ്പോഴും പ്രെയർ ലൈഫ് ഒരു പ്രത്യേക ലൈഫാണത്. ദൈവമായിട്ട് നമ്മുടെ ഈ അനുദിന ജീവിത വിഷയങ്ങളും ദൈവവുമായിട്ട് മാത്രം അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങനെ ആധ്യാത്മിക ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറേ കാലത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറച്ച് കാലത്തൊക്കെ ഓക്കെയാണ്, അത് കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോയ ഒരാളായിരുന്നു ഈ ബോബ്സി പൾസ് എന്ന് പറയുന്ന ആൾ. പക്ഷെ അവിടെ ജീവിതത്തിലൊരു ഈഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിട്ട് പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ ബന്ധം നഷ്ടപ്പെട്ടു പോയ ആളിന് പിന്നെ അവർ റിലേഷനിലേക്ക് ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വരണമെന്ന് ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നു. ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നപ്പോൾ അപ്പനാ പോയി. ഇനിയിപ്പോൾ ഭർത്താവിനുണ്ട് കിഡ്നി ഡിസീസ് വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു സങ്കടമായി. അപ്പോൾ അവർ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് ദൈവത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഉടമ്പടി എടുക്കും. പ്രാർത്ഥനയിലേക്ക് ഒരാൾ തിരിച്ചു വരുമ്പോൾ അയാൾ ഉടമ്പടിയിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ട്. എന്താ കാര്യം? ഉടമ്പടിയിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലും ഒരുമിച്ചാണ് കണക്റ്റഡ് ആകണത്. അല്ലാതെ നിൻ്റെ ഈ ലിപ് സർവീസ് മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല. ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ലിങ്കുകളും ഒരുമിച്ചാണ് ഓപ്പൺ ആകുന്നത്. പരസ്നേഹം, ആതുരസേവനം, പരസ്നേഹം, സുവിശേഷ കൈമാറ്റം, വിശ്വാസ കൈമാറ്റം, ഇടിച്ചു കുത്തിയാണ് ഉടമ്പടി വരണത്. ഇടിച്ചു കുത്തി ഉടമ്പടി വരണ കാരണം വെച്ചാൽ എല്ലാ മേഖലകളിലും കണക്റ്റഡ് ആവും. ഉടമ്പടിയുടെ ഈ കാലം ഏതാണ് ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത്. ഉടമ്പടിയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു നൂല്, ഒരു ത്രെഡല്ല കണക്ഷൻ ആകണത്, മറിച്ച് എല്ലാ വശത്തിലേക്കും ഗെറ്റ് കണക്റ്റഡ്. അതോടുകൂടി സമ്പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് വരികയും അതൊരു 1.5 വരവാണ് ശരിക്കും വരണത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൊല്ലത്തെ 3 കൊല്ലം ദൈവമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന വ്യക്തി ഇനി ഒരു കാലത്ത് ദൈവമായിട്ട് ഇടപെടേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ വെറും വിത്തിൻ 1 വീക്ക് ഉടമ്പടി വഴി ദൈവമായിട്ട് കംപ്ലീറ്റ് കണക്ഷനായി. അപ്പം നമ്മൾ ഈ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണത് സാധാരണ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം. അതായത് ഫുൾ കണക്ഷൻ പോയിരുന്ന ആളാണ് പെട്ടെന്ന് ഹോൾ കണക്ഷനായി. അപ്പോൾ ഉടനെ ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ ഹസ്ബൻഡ് ഒരിക്കൽ പറയും, അപ്പം അങ്ങേർക്ക് വേറെ ഒരു പ്രശ്നം വന്ന് ഹസ്ബൻഡിന് ബ്ലോക്ക് വന്നു, കിഡ്നിയുടെ ട്രബിളും ഉണ്ട്, ഹൃദയത്തിന് ബ്ലോക്കും ഉണ്ട്. ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കിത് കാണണം ഡോക്ടർ എന്ന് പറഞ്ഞ്. അല്ല, നിങ്ങൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വെട്ടിക്കിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാരണം ആൾക്കാർ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എന്നല്ല എടുക്കണത്. എനിക്ക് ഈ വിഷയം നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. കാര്യം ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ വേറെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചെത്തിക്കറി അവസാനം കിഡ്നി അടിച്ച് മാറ്റി ഏജൻസിക്ക് കൊടുത്ത് 10 ലക്ഷം മേടിക്കേണ്ട ഡോക്ടർമാരൊക്കെ ഇല്ലേ? ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. ഡോക്ടർമാരെന്ന് പറയാൻ പറ്റത്തില്ല. ഹോസ്പിറ്റൽ അങ്ങനെ ഉള്ളതായിട്ട് ആരോപണങ്ങളുണ്ട്. തെറ്റോ ശരിയോ ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ആരോപണങ്ങളുണ്ട്. പേടിയുണ്ട് ആൾക്കാർക്ക് ചില കാര്യങ്ങൾക്ക്, ചില ആശുപത്രിയിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ അറിയാവുന്ന കാരണം അത് കാരണം പറഞ്ഞു എനിക്ക് നേരിട്ട് കാണണമെന്ന്. പിന്നെ പുള്ളിയൊക്കെ സ്കാൻ ചെയ്ത് നേരിട്ട് കാണിച്ച് ബ്ലോക്ക് എവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല ബ്ലോക്കുണ്ട്. അപ്പോഴേ ഇയാൾക്ക് നല്ല ഹെൽത്തി ഉള്ളതുകൊണ്ട് ബോബ്സിയോട് പറഞ്ഞ് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്ന് ഇയാൾ പറഞ്ഞു. പക്ഷേ എടുത്ത വായിക്കുമ്പോൾ ഇവരെന്താ പറയണത്, ഈ ബോബ്സി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളങ്ങനെ ആരോഗ്യമായിട്ട് ഇരിക്കും. എന്താ കാര്യം? ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതാണ് വിഷയം. ഞാനും കർത്താവുമായിട്ട് ഉടമ്പടിയിലാണ്.
അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കത്തോളം കാലം ഇതിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആരാണ്? ദൈവമാണ് സെക്യൂരിറ്റി. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി എടുത്തുകൊണ്ട് പോരുന്നതല്ല ഇപ്പോൾ, അത് മറിച്ച് ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി ഓരോ അംശങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയും നിങ്ങൾ ഉടമ്പടിയിലെ നിങ്ങളുടെ വിശദാംശങ്ങൾ ഇവിടെ കാണിക്കുന്നതിൻ്റെ, ഇവിടെ ഒരു ഉടമ്പടി എടുക്കാൻ നേരത്ത് നിങ്ങൾ കാണിക്കുന്നതിൻ്റെ സൂക്ഷ്മതയുടെ ഒരു 50% കൂടി സൂക്ഷ്മത വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ശ്രദ്ധിക്കട്ടെ മക്കളെ. സാക്ഷ്യങ്ങളിലൂടെ സംസാരിക്കാൻ നന്ദി പറയുന്നു. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷ്യമാണ്. അവർ പറയണത്, ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്. ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറിയ അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കണ. ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാർ ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതേ വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കണത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ മകനെ വിളിച്ച് ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ച് ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബ് നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാൻ എപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട എന്താണ്? പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്. പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടൻറ്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
അപ്പോൾ അത് എങ്കിലും അപ്പം നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാ സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവ പൈതലാണെങ്കിൽ യാചനാപ്രാർത്ഥനകത്ത് ബിൽറ്റിൻ്റെ സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിനകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം. പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ ബൈബിളിൽ? എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ. അതായത് എന്തെങ്കിലും മനസ്സിലായില്ലേ? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പോൾ എന്താ പറയണത്? എൻ്റെ 6:42 എന്താ പറയണത്? പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ? എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് അതിൻ്റെ അടുത്ത്. ഒരുവനും ഒന്നിനും. പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ 6:44 എന്താ യോഹന്നാൻ? എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ മാഗ്നറ്റ് നമ്മളെ അടുപ്പിക്കണം. അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതെന്താണ്? അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടൻറ്റ് വൈസ് റിച്ചാണത്. എന്താണ്? കർത്താവ് കറക്റ്റ് കണ്ടൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും. കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ? കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി. നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്? കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസിയുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ്? അപകടകരമായ സത്യം. പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്? അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്. ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന. വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ? ബ്യൂട്ടി പാർലർ നടത്തി ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ? ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ. ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്? ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം. ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുകയും ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല. അങ്ങനെയല്ല. ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക്
ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ. മത്തായി 6:32-33. മത്തായി 6:32-33. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിച്ചലിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ, നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചലിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പിന്നെന്താ? നിങ്ങൾ ആദ്യം പ്രയോറിറ്റി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ആദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയുക, ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കുന്നത്. എന്താണ് ചേർത്തിരിക്കുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ ഈശോ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടൻറ്റ്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല, പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33. അതാണ് ആദ്യമേ ചേർക്കണം. ആദ്യം എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചാൽ. പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ വഴിക്ക് പോകാമല്ലോ. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ഇവിടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് മിനിമം പരിശുദ്ധാത്മയെക്കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മ. അപ്പം നിങ്ങൾ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിശുദ്ധിയോട് കൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനോ ഏറ്റി പറഞ്ഞുകൊണ്ട് പ്രേയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയം ഉണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ് ദൈവദൃശ്യത്തിന് നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞ് എന്തെന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ ഉണ്ടാകും. അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാക്കാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ചാൽ ബബബ ജപജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതുന്നത്. പിന്നെ നീ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ടാൽ ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. എന്ന് സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷികളോടെ ഞങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷി അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷി ഉണ്ടല്ലോ. റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു മകനാണ് വിഷയം. അമ്മയും മകനും. അപ്പോൾ മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം, അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനൊരു എന്തോ ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലേക്ക് പോയി പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നത് എനിക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചു പോയി. ഇന്ന് വരെ ഞാൻ പിന്നെ ഭക്ഷണം പിന്നെ കഴിക്കേണ്ട ജീവിക്കാൻ വേണ്ടിയൊക്കെയൊന്നുമില്ല. അത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നപ്പോൾ ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ. എന്നിട്ട് അമ്മ തന്നെ, വേറെ തന്നെ പകരമില്ല. അപ്പോൾ ഇതുവരെ ഹോസ്റ്റലിൽ പഠിക്കണത് അത് തന്നെ ഒരു ടോർച്ചറിങ് ആണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ ഭക്ഷണം എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ഛർദിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി, പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. അപ്പോൾ ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്. നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുക? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ, എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. യേശു